വീട്ടിൽ ചക്കയുടെയും മാങ്ങയുടെയും സീസണായി കഴിഞ്ഞാൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഈ ചക്കക്കുരു മാങ്ങയും കറി. അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി ആകുമ്പോൾ പിന്നെ വേറെ എന്തല്ല വേണ്ടേ. അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. സീസണിൽ മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ഈ കറി ഇത്ര ഡിമാൻഡെന്ന് തോന്നണേ. അപ്പോൾ റെസിപ്പിയുടെ ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. കാരണം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറി ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകുന്ന കൂടെ കുറച്ച് ചക്കക്കുരും അതുപോലെ തന്നെ നല്ല മൂവാണ്ട മാങ്ങയൊക്കെ ആയിട്ടോ കേട്ടോ പോകുന്നത്. അപ്പോൾ വന്ന ഉടനെ തന്നെ അതങ്ങോട്ട് കറിയാക്കി. നമുക്ക് റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു മാങ്ങി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചിരവ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മോഡേൺ കിച്ചൺ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ലാഭിക്കാനായിട്ടാണെങ്കിലും നമുക്ക് ഈ ചിരവ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഞാനിതിപ്പോൾ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിന് റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൂട്ടും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട കേട്ടോ. അതിന് ശേഷം കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടി താളിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു മാങ്ങയും കറി സെറ്റായിട്ടുണ്ട്. ഇനി നല്ല വെള്ള ചോറിൻ്റെ കൂടെ അതും കൂടി ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.